2 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത മകള് അന്യമതസ്ഥയിൽപ്പെട്ട ഒരു കൊച്ചനുമായി ഇഷ്ടത്തിലാവുകയും അവനെ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഞങ്ങളതിന് മറുപടിയായിട്ട് ദൈവത്തിന് നിരക്കാത്തൊരു കാര്യവും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് പറയുകയും അവൾ ഒരുപാട് മാറിപ്പോവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ അന്ന് തന്നെ ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗത്തിൽ ആദ്യം തന്നെ എൻ്റെ മകളുടെ വിവാഹമാണ് വെച്ചത്. അത് ഒരു ദൈവവിശ്വാസിയായ മകനെ ഞങ്ങൾക്ക് തരണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. അന്ന് അമ്മ എനിക്കൊരു ഡേറ്റ് തന്നു, ഒക്ടോബർ 10 2023 എന്നുള്ളത്. ഞാനത് അമ്മയോട് അറുകൂട്ടം നിയോഗം എഴുതിയതിന് ശേഷം ഞാൻ വീണ്ടും വായിച്ചപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ ഇത് വളരെ നീണ്ടുപോയല്ലോ വർഷം, എൻ്റെ മോളുടെ വിവാഹം 4-5 വർഷത്തിന് ശേഷമാണോ നടക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം വാതിൽ തുറന്നപ്പോൾ തന്നെ നല്ലൊരു സുഗന്ധാഭിഷേകമാണ് ഉണ്ടായത്. അപ്പോൾ മനസ്സിലായി സഞ്ചാരി മാതാവ് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കൂടെ വീട്ടിൽ തന്നെ എത്തിയിരുന്നു എന്നുള്ളത്. അങ്ങനെ വീണ്ടും പ്രാർത്ഥന, ജോസഫ് അച്ഛൻ്റെ ആരാധന മുടങ്ങാതെ കാണുമായിരുന്നു, സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അന്ന് ആധ്യാത്മികമായിട്ട് ഞങ്ങളെ മാതാവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രാർത്ഥന മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം കൊറോണ വന്ന് ഏപ്രിൽ മാസം ഞാനൊരു സ്വപ്നം കാണുകയാണ്. 4ാമത്തെ ചൊവ്വാഴ്ച ഞാനും എൻ്റെ മോളും കൂടി കൃപാസനത്തിൽ വരികയാണ്, ഇളയ മകളും കൂടി. അപ്പോൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ലോക്കൊക്കെ അടച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ സൈഡേ കടന്ന് ഈ ചെറിയ വഴി കൂടി കൃപാസനത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടെ പാവം പിടിച്ചൊരു അന്തോണിയസ് പുണ്യാളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കർട്ടനൊക്കെ ഈ അൾത്താര ഫുള്ളും കർട്ടനിട്ട് മറച്ചിരിക്കുകയാണ്. ഞാനപ്പോൾ പുണ്യാളനോട് ചോദിച്ചു, പുണ്യാള എന്താ ഇന്നിവിടെ ദുഃഖവെള്ളിയാണോ? ആൾത്താരും കർട്ടനിട്ട് മൂടിയിരിക്കുകയാണല്ലോ. ഞാൻ എൻ്റെ മാതാവിനെ ഈശോനെ ഒന്ന് കാണാൻ വന്നതാണ്, അത്രയും സങ്കടത്തോടെയാണല്ലോ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുണ്യാളൻ എന്നോട് ചോദിച്ചത്, നീ എന്തിനാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മാതാവിനെ ഈശോനെയും കാണാനാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഉടനെ തന്നെ ഒരു ബലിപീഠം ഉണ്ടാവുകയും എൻ്റെ കൈപ്പത്തിയോളം വലിപ്പത്തിൽ ഉള്ള ഒരു അരുണിക്കയിൽ ഈശോയുടെ ഓസ്തിയും കാസയും ഞാൻ കാണുകയാണ്. ആ കാസയ്ക്ക് സൂര്യൻ്റെ പ്രഭയേക്കാൾ തേജസ്സായിരുന്നു അതിന്. ഞാൻ ഉടനെ തന്നെ മുട്ടുകുത്തി. ഞാൻ വെളുപ്പിന് സമയം നോക്കുമ്പോൾ വെളുപ്പിന് 3 മണിയാണ്. തൊട്ടടുത്ത് ഒരാളും കൂടി ഉണ്ടായിരുന്നു. അത് ജോസഫ് അച്ഛൻ്റെ എല്ലാം ചെറിയതായത് കാരണം ജോസഫ് അച്ഛൻ്റെ ഈ കോളറിൻ്റെ ഈ സൈഡ് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. ജോസഫ് അച്ഛൻ എന്നോട് പറയുകയാണ്, മോളെ കൺകുളർക്ക് എനിക്ക് അന്വേഷിച്ചു വന്ന് നിൻ്റെ ഈശോനെ അമ്മേനെയും കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പിന്നെ ഒക്കെ സംഭവിക്കുന്നതും അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മോളുടെ വിഷയം ഞാൻ മറന്നേ പോയി. അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞ് കൊറോണ വന്നു. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങളൊരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. കൊറോണയുടെ സമയത്താണ് തുടങ്ങിയത്. കൊറോണ വന്നതോടുകൂടി അത് പൂട്ടുകയും ചെയ്തു. അതിനുശേഷം ലോക്ക്ഡൗൺ ഒക്കെ മാറിയതിന് ശേഷം ജോസഫ് അച്ഛൻ ആരാധനയിൽ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ അത് ഫെബ്രുവരി മാസം 26, 27, 28 തീയതികളിൽ നിങ്ങളത് തുറന്നിടുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അത് പൂട്ടുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം ഞങ്ങൾ തുറന്നിട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം 28-ാം തീയതി എൻ്റെ ചേട്ടൻ പറഞ്ഞു, നമുക്കിത് പൂട്ടാം, ഇതുവരെ ആരും വന്നില്ല എന്നൊന്ന്. അതിപ്പോൾ ഞാൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ ആരാധനയിൽ പറഞ്ഞ കാര്യമാണ്, 28-ാം തീയതി നമ്മൾക്ക് പൂട്ടുണ്ട്, 28-ാം തീയതി കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് 7 മണിയായപ്പോഴത്തേനും എൻ്റെ എല്ലാ ബെഡും, എൻ്റെ വീട്ടിലെ 16 ബെഡിലും കുട്ടികൾ വന്ന് നിറഞ്ഞു. അമ്മ ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. പിന്നെ വീണ്ടും കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 2022 സെപ്റ്റംബർ 30-ാം തീയതി എനിക്ക് എൻ്റെ മോളുടെ വിഷയത്തിന് ജോസഫ് അച്ഛനെ കാണാനൊരു ഭാഗ്യം ലഭിച്ചു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് ഇവിടെ മുട്ടുകുത്തിയപ്പോൾ ജോസഫ് അച്ഛൻ ആ കടലാസം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛനോട് ചോദിച്ചു, നീ പൂർണ്ണമായും മകളെ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ കർത്താവിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി. ആ മുട്ടുകുത്തുന്നത് കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം വേദനയായി. എൻ്റെ വിഷയത്തിലാണല്ലോ അച്ഛൻ ഇത്രയും മുട്ടുകുത്തേണ്ട വന്നതെന്ന് ഞാൻ വളരെയധികം വിഷമിച്ചു.
പിന്നെ ആ സമയം തന്നെ അച്ഛൻ എന്നെ ബ്ലസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അൾത്താരയിൽ ഒരു കാഴ്ച കാണുകയാണ്. മാതാവ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്നിട്ട് വലിയൊരു ചങ്ങല മാതാവിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരറ്റം മാതാവിൻ്റെ കയ്യിലും ബാക്കി മാതാവിൻ്റെ ദേഹത്തുനിന്ന് താഴേക്ക് പൊട്ടി വീഴുന്നതും കാൽച്ചോട്ടിലോട്ട് വീഴുന്നതും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അച്ഛനോട് പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അതിന് മുമ്പിടയ്ക്കൊരു സംഭവം ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവരെ 6 മാസത്തിനകം പണ്ട് 2019 6 മാസത്തിനകം ഒരു വീട് പണിത് താമസിക്കാനുള്ള പരിപാടിയായിരുന്നു എൻ്റെ കുട്ടികൾ തീരുമാനിച്ചിരുന്നത്. അത് ആ ഒരു സംഭവം നടക്കാനേ പറ്റിയില്ല. ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി ചങ്ങലയുടെ അൾത്താരയിൽ പൊട്ടി വീണ് 2 മാസത്തിന് ശേഷമാണ് ആ വീടുമേലൊരു കല്ലെടുത്തവർക്ക് വെക്കാൻ സാധിച്ചത്. വീണ്ടും ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു, വീണ്ടും ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഒരച്ഛനെ കാണാൻ പോയിട്ടുണ്ട്. അച്ഛൻ 65-നും 70-നും ഇടയിൽ പ്രായമാണ്. അച്ഛൻ്റെ തലയിൽ മുടി കുറവാണ്, ഹൈറ്റുള്ള അച്ഛനാണ്. നിങ്ങൾ അച്ഛൻ്റെ ഇടതുവശത്താണ് ഇരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോവുകയാണ്, സ്തുതിച്ചിപ്പോൾ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വീട്ടിലിരുന്ന് ആരാധന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് എൻ്റെ വിഷയമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ബുധനാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസം ഞാൻ ആരാധന കണ്ടു. ബുധനാഴ്ച ദിവസം ഇവർ വിളിച്ച്, ഈ ചെറുക്കൻ്റെ വീട്ടുകാർ ചെറുക്കൻ വിളിച്ച് പറഞ്ഞു, ഞാൻ മാമോദിസ സ്വീകരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് വരാൻ തീരുമാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 17, 2023 മാതാവ് എന്ന ഡേറ്റിൽ എൻ്റെ മകളുടെ വിവാഹം കൊരട്ടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വെച്ച് നടന്നു. പിന്നെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മോളുടെ +2 ഫുൾ ഉന്നത വിജയം 95% മാർക്ക് ലഭിച്ചു. കിണറിലെ വെള്ളം കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ കിണറ്റിൽ ഉപയോഗിക്കുകയും വെള്ളത്തിന് വ്യത്യാസം വരികയും നല്ലൊരു കുടിവെള്ളം ഞങ്ങൾക്ക് ജലജീവൻ പദ്ധതി പ്രകാരമായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ കുടുംബത്തെ മാനഹാനിയിൽ നിന്ന് രക്ഷിച്ച് മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ ഓർമ്മയുള്ളിടത്തോളം കാലം അമ്മയ്ക്ക് സാക്ഷിയായി ഞാൻ ജീവിക്കാമെന്ന് വാഗ്ദാനം